ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ചക്കക്കുരു വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ചക്കക്കുരു കൊണ്ട് നമ്മുടെ ചാനലിൽ കുറേയധികം റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. ചക്കക്കുരു മുരിങ്ങാക്കുൽ മാങ്ങാക്കറി, ചക്കക്കുരു ചെമ്മീൻ വെച്ചിട്ടുള്ള കറി, ചക്കക്കുരു ബീഫ് വെച്ചിട്ടുള്ള ഉലർത്ത്, ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരാണെന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ കഞ്ഞിയുടെ കൂടെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് 15 വലിയ സൈസിലുള്ള ചക്കക്കുരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചക്കക്കുരു ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. ഞാൻ എടുത്തിരിക്കുന്ന ചക്കക്കുരു കുറച്ച് വലുതായതുകൊണ്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചക്കക്കുരു ഉൾഭാഗമൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ട് കിട്ടും. ചക്കക്കുരു എല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 6 അല്ലി വെളുത്തുള്ളി, 8 അല്ലി ചെറിയ ഉള്ളി, 2 കറിവേപ്പില, 5 ഉണക്കമുളക്. ഉണക്കമുളക് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് കൂടുതൽ എടുക്കാം, കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് കുറച്ചെടുത്താൽ മതി. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയത്, പാകത്തിനുള്ള ഉപ്പുപൊടി. ആദ്യം നമുക്ക് ചൂടുകെട്ടിയുള്ള ഒരു ചീനച്ചട്ടി ചൂടാക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഇട്ടതിന് ശേഷം സ്റ്റൗവിൽ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചക്കക്കുരു പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉൾഭാഗം പാകത്തിന് കുക്കായി കിട്ടുകയുമില്ല. കുറച്ച് സമയമെടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗം പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ചക്കക്കുരുവിൻ്റെ പുറമെല്ലാം നല്ല ക്രിസ്പിയായി അതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വന്നാൽ മാത്രമേ ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ. ചക്കക്കുരു മൂത്ത് വരുമ്പോൾ അതിൻ്റെ പുറത്തുള്ള വെള്ളത്തൊലിയെല്ലാം തനിയെ തന്നെ വിട്ടുപോരും. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ പുറമെല്ലാം മൂത്ത് അകോലം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ചക്കക്കുരു പാകമായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ചക്കക്കുരു ഇട്ട് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വായിലിട്ട് കടിച്ച് നോക്കുകയോ ചെയ്യാം. അപ്പം ചക്കക്കുരു പാകമായി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ചക്കക്കുരു വറുത്തെടുത്ത ചീനച്ചട്ടി ഒരു കിച്ചൺ ടിഷ്യൂ, ഒരു കിച്ചൺ ടവൽ കൊണ്ടൊന്ന് തുടച്ച് കളയണം. ചീനച്ചട്ടിയിൽ ചക്കക്കുരു വറുത്തതിൻ്റെ കറുത്ത പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ നമ്മൾ തുടച്ച് കളയണം. ഇനി സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. വറ്റൽമുളക് ക്രിസ്പിയായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും 2-3 മിനിറ്റ് നല്ലൊരു വഴറ്റി കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. വറുത്ത് വെച്ച ചക്കക്കുരു തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുള്ള വെളുത്ത തൊലിയെല്ലാം നമുക്ക് കൈകൊണ്ട് പൊളിച്ചു മാറ്റാം. ചക്കക്കുരുവിൻ്റെ പുറത്ത് ചുവന്ന തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ തന്നെ അരച്ചെടുക്കാം. കുറേ വെളുത്ത തൊലിയെല്ലാം നമ്മൾ വറുക്കുന്ന സമയത്ത് തന്നെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം പൊളിച്ച് കളയാം. ഇനി വറുത്തെടുത്ത ചക്കക്കുരു മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഉള്ളിയും വെളുത്തുള്ളിയിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കാം. ബാക്കി ഉള്ളിയും മുളകും എല്ലാം തേങ്ങ അടിക്കുന്ന സമയത്ത് അടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം. ചക്കക്കുരു മുളകും എല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയതും ബാക്കിയുള്ള മുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. വാളംപുളി ഓപ്ഷനാണ് കേട്ടോ. പുളി ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം. പക്ഷെ പുളി ചേർക്കുമ്പോഴത്തേക്കും ചമ്മന്തി കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചമ്മന്തി നല്ലപോലെ കൈകൊണ്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.